ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഇത് കണ്ടോ, ചെറിയ ചെറിയ പൂച്ചെടി മുതൽ വലിയ വലിയ വൃക്ഷങ്ങൾ വരെ നിരത്തി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ്. ഇതെവിടെയെന്നറിയോ? ഇതാണ് ബാംഗ്ലൂർ ബോട്ടാണിക് ഗാർഡൻ. ബാംഗ്ലൂരെ തിരക്കിനിടയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ് കേട്ടോ ഈ ഗാർഡൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫ്രഷ് എയർ, ഓക്സിജൻ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട്, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ബാംഗ്ലൂർ തിരക്കിട്ട ജീവിതത്തിൽ എൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിരുന്ന് ഒന്ന് മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. പിന്നെ ഇതാ ഇവനെ കണ്ടോ, ഇത് ഗാർഡൻ്റെ ഇടയ്ക്കൊക്കെ ഇവരിങ്ങനെ മരക്കുറ്റിയിൽ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 200 വർഷം പഴക്കമുള്ള ഒരു ശില്പമാണ് ഇതെന്നാണ് ആ എഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ പല പല ഭംഗിയുള്ള ശില്പങ്ങൾ ഇവരിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നശിച്ചു പോകാത്ത രീതിയിൽ, നശിച്ചു പോയാലും അത് പിന്നെ അതിനെ അവർ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ആന ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ ഒരു 10-200 വർഷം പഴക്കമുള്ള ഒരു മരത്തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശില്പമാണ്. അതിനകത്ത് പല പല ജന്തുക്കളെ കാണാം. മെയിനായിട്ട് സിംഹത്തിൻ്റെ തലയാണ് അത് ഒരു ചെയ്തിരിക്കുന്നത്. പിന്നെ പാമ്പും പഴുതാരയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടപ്പുണ്ടല്ലോ ഇവിടെ. ഇതിങ്ങനെ ആ മരത്തടിയിലാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നടക്കാൻ ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരു 1-2 റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു മോർണിംഗ് വാക്കായി, അല്ലെങ്കിൽ ഒരു ഈവനിങ് വാക്കായി, നല്ല ഫ്രഷ് എയറിൽ. ഞാനിതത്ര കണ്ടതാന്നുള്ള മറ്റൊരു ആശുക്കുട്ടി മുമ്പേ പോയിട്ടുണ്ട്. കാരണം ആശുക്കുട്ടി പഠിച്ചത് ഒക്കെ ബാംഗ്ലൂരാണ്. പിന്നെ നല്ല പുൽത്തകിടി, നല്ല വൈബാണ് കേട്ടോ. ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള ഒരു ലുക്കാണ് കേട്ടോ ആശുക്കുട്ടിക്ക്. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. പിന്നെ ഇന്ന് വൈകിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ നാളെ രാവിലത്തേക്ക് മാറ്റി. നാളെ വെളുപ്പിന് ഏർലി മോർണിംഗ് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. ആശുക്കുട്ടി നേരത്തെ ഒന്ന് ഇരിപ്പ് പിടിച്ചു. ഞാനും പോയി ഇരുന്ന് ഒന്ന് നടന്നോർക്കട്ടെ. പിന്നെ നാളെ ഏർലി മോർണിംഗ് യാത്ര ആയതുകൊണ്ട് ഇനി റെസ്റ്റാണ് കേട്ടോ.